all, welcome to iPlus. ഞാൻ അക്ഷര. ഇന്ന് നമ്മൾക്ക് ഇവാലുവേറ്റിംഗ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ആൻഡ് പ്രൊഫിഷ്യൻസി. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് കോംപ്രിഹെൻഷനും അതോടൊപ്പം തന്നെ പ്രൊഫിഷ്യൻസിയും എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ വരുന്ന 4 സ്കിൽ അറിയാമല്ലോ: സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓരോ ആസ്പെക്റ്റും വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തറിയണം? ഇവാലുവേഷൻ എന്താണെന്ന് അറിയണം. ഇവാലുവേഷൻ എന്താണ്? നമുക്ക് ഒരു കാര്യത്തിന് അളക്കുക എന്നുള്ള ഈ കുറച്ചുകൂടെ ഹയർ ലെവലിലോട്ട് നമ്മൾ ജസ്റ്റ് അസസ് ചെയ്യുക എന്നതിനേക്കാൾ കുറച്ചും കൂടെ ആ ഒരു അടുത്ത പടിയായിട്ട് അതിനെ ജഡ്ജ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ലെവലിലോട്ട് പോകുന്ന ഒരു കൺസെപ്റ്റാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഈ ഇവാലുവേഷൻ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ പ്രൊവൈഡിങ് വാല്യുബിൾ ഇൻസൈറ്റ് ഫോർ ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. കുട്ടികൾക്കാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്തിനു സാധിക്കും? ഇവാലുവേഷന് സാധിക്കും. ഇപ്പോൾ ഇവാലുവേഷൻ ഇല്ല, അല്ലെങ്കിൽ അസസ്മെൻ്റ് ഇല്ല, ഒന്നുമില്ലെങ്കിൽ ഒരിക്കലും എന്താണ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നും അതേപോലെ ഈ ഒരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസസ്മെൻറ്റ് ഓഫ് ടീച്ചിങ് മെത്തഡോളജി. അപ്പോൾ ടീച്ചിങ് മെത്തഡോളജി അസസ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടീച്ചറിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇവല്യൂഷൻ ഹെൽപ്പ് ടീച്ചേഴ്സ് ഗേജ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദി ടീച്ചിങ് മെത്തേഡ്. എത്രമാത്രം ഇഫക്റ്റീവ് ആണ് ടീച്ചിങ് മെത്തേഡ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ടീച്ചിങ് പ്രോസസ്സ് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവാലുവേഷനിൽ കുട്ടികൾ നല്ല റിസൾട്ട് നേടിയതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ചു. ബൈ അസസിങ് സ്റ്റുഡൻറ് പെർഫോമൻസ് ടീച്ചേഴ്സ് ക്യാൻ ഐഡൻറ്റിഫൈ വാട്ട് വർക്ക് ഫെൽ. അപ്പോൾ നോക്കിക്കേ, നമുക്കിങ്ങനെ ഇത്തരം ഇവാലുവേഷൻ നടത്തുന്നതിലൂടെ കുട്ടികളുടെ പെർഫോമൻസ് നോക്കുന്നതിലൂടെ 2 കാര്യങ്ങൾ അറിയും. ഒന്ന്, നമ്മൾ പഠിപ്പിച്ചതിൽ എന്തൊക്കെയാണ് നല്ല രീതിയിൽ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്, അവരുടെ പെർഫോമൻസിൽ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാട്ട് നീഡ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ആരും പെർഫെക്റ്റ് അല്ല. നമുക്കിപ്പോൾ ഒറ്റയടിക്ക് എല്ലാ ടീച്ചിങ് മെത്തേഡിലും അത്രമാത്രം അഗ്രഗണ്യരായി തീരാനായിട്ട് സാധിക്കുകയില്ല. ഇത്തരം ഇവാലുവേഷനിലൂടെ ഒക്കെ തന്നെ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസിൽ എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനും എന്ത് സാധിക്കുന്നുണ്ട്? ഇവാലുവേഷൻ സാധിക്കുന്നുണ്ട്. ഇവാലുവേഷൻ്റെ സഹായത്തോടു കൂടി സാധിക്കുന്നുണ്ട്. അടുത്ത സ്റ്റുഡൻറ്റ് പ്രോഗ്രസ് മോണിറ്ററിങ്. ഇനി കുട്ടികളുടെ കാര്യം വരുവാണെങ്കിൽ അവരുടെ പ്രോഗ്രസ് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ അവർക്ക് എപ്പോഴും ഒരുപോലെ തന്നെ കുട്ടികളിപ്പോൾ പഠിക്കുന്ന ഒരു ലെവൽ അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നതിനേക്കാൾ എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് അവരെ കുറച്ചും കൂടെ ഉയരത്തിൽ കൊണ്ടുപോകാനായിട്ടില്ലേ? അപ്പോൾ എപ്പോഴും അവരുടെ ഒരു വളർച്ച നമുക്ക് എങ്ങനെയായിരിക്കണം? അത് മുകളിലോട്ടായിരിക്കണം. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് സ്ട്രഗിളിങ് ആയിട്ടുള്ളവർ കാണും, എക്സലിങ് ആയിട്ടുള്ളവർ കാണും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന കാണാൻ കഴിയും, ചിലർ നല്ല രീതിയിൽ അവരുടെ ഗ്രോത്ത് മുകളിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻ, ഈ പറയുന്ന നല്ല രീതിയിൽ ഗ്രോത്ത് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഒരുപാട് നമ്മൾ ആ ഫോക്കസ് കൊടുത്ത് കൂടെ നിൽക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമുക്കിപ്പം പറയാം സ്ട്രഗിളിങ് ആയിട്ടുള്ളവർ കാണും, ചിലപ്പോൾ ഒരു താഴോട്ട് അവരുടെ വളർച്ച താഴോട്ടാകാം, അല്ലെങ്കിൽ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകളുള്ളതായിരിക്കണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമുക്ക് ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻസ്, അപ്പോൾ ആ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ അഡ്വാൻസ്ഡ് കോഴ്സ് വർക്കുകളൊക്കെ കൊടുക്കേണ്ടത് എങ്ങനെയാണ് സാഹചര്യങ്ങളനുസരിച്ച്. ഇപ്പോൾ ഈ ഒരുപാട് ഗ്രോത്ത് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട്? ഇവാലുവേഷൻ ഉള്ളതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഇവാലുവേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെ തോന്നുകയുള്ളൂ. അടുത്ത ലേണിംഗ് ഔട്ട്കം മെഷർമെൻറ്റ്. ഇവാലുവേഷനിലൂടെ നമുക്ക് സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് എത്രമാത്രം കുട്ടികൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ പുതിയൊരു സ്കില്ല് അക്വയർ ചെയ്യുന്നതിൽ എത്രമാത്രം അവർ സക്സസ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവാലുവേഷനിലൂടെ അറിയാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിലോട്ട് വരുമ്പോൾ അവർ ലിസണിങ് ആയിട്ട്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, നമ്മുടെ LSRW സ്കിൽസ് അവർക്ക് എത്രമാത്രം അക്വയർ ചെയ്തെടുത്തു, എത്രമാത്രം അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ഇൻസൈറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മുടെ ലെസൺ പ്ലാനുകൾ റിഫൈൻ ചെയ്യുന്നതിലും പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നതിലും നമുക്ക് ഈ കുട്ടികളുടെ ഈ ഒരു ഔട്ട്കം മെഷർ ചെയ്താൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അടുത്തത്
ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലേണിംഗ് ഗ്യാപ്സ്. ഇവാലുവേഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്താണ് ടു റെക്കഗ്നൈസ് ഏരിയാസ് വേ ദേ നീഡ് ഇമ്പ്രൂവ്മെൻറ്റും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ഏരിയാസ് എത്തുമ്പോൾ കുട്ടികൾക്ക് എന്താണ് അവിടെ ഒരു പോസ് അനുഭവപ്പെടാം, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്റ്റക്ക് ആവുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് എന്ത് സാധിക്കും, നമുക്ക് ഇവാലുവേഷനിലൂടെ സാധിക്കും. അപ്പോൾ അങ്ങനെ അവരുടെ വീക്ക്നെസ് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിഫിക് സ്കില്ലുകൾ ഫോക്കസ് ചെയ്യേണ്ടടുത്ത് ഫോക്കസ് ചെയ്യാനും അതോടൊപ്പം തന്നെ കൂടുതൽ അറ്റൻഷനും പ്രാക്ടീസും വേണ്ടെടുത്ത് അത് പ്രൊവൈഡ് ചെയ്യാനുമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ എന്ത് വേണം, കറക്റ്റായിട്ടുള്ള ഇവാലുവേഷൻ വേണം. അടുത്ത കരിക്കുലം അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇവാലുവേഷനിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിലൂടെയാണ് നമുക്ക് കരിക്കുലത്തിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം, എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കതനുസരിച്ച് കൊണ്ട് നമുക്ക് ടീച്ചിങ് പ്ലാൻസ് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കുട്ടികളുടെ സ്റ്റൈൽ അനുസരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചിങ് പ്ലാനൊക്കെ മോഡിഫൈ ചെയ്യാം. ചിലപ്പോൾ ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിന് കൊണ്ടുവന്ന മെത്തേഡ് ആയിരിക്കില്ല മറ്റൊരു സെറ്റിന് യൂസ്ഫുൾ ആവുന്നത്. അപ്പം സാഹചര്യങ്ങളനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനായിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ടും ടീച്ചറിന് കഴിയും. അപ്പോൾ അങ്ങനെ കഴിയണമെങ്കിൽ ഇവാലുവേഷൻ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം മാറ്റങ്ങളിലൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത അക്കൗണ്ടബിലിറ്റി. നമുക്ക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്ന് പറയാൻ കഴിയുന്നത്. അപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവരുടെ ഒരു ക്വാളിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാമിൻ്റെ ഇഫക്റ്റീവ്നെസ് കാണിക്കാനായിട്ടും അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നതും അപ്പോൾ കുട്ടികളുടെ ആവട്ടെ പേരൻസിൻ്റെ ആവട്ടെ എഡ്യൂക്കേഷൻ അതോറിറ്റീസ് ആവട്ടെ അവരുടെ ഒരു എന്താണ് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കാണുന്നത് ഒരു അവരെക്കുറിച്ച് ഇങ്ങനെയാകണം ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയാകണം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെയാകണം പഠനം എന്നൊക്കെയുള്ള കുറച്ച് എക്സ്പെക്റ്റേഷൻസ് കാണും. അപ്പോൾ ആ ഒരു നിലവാരത്തിലോട്ട് ഉയർന്നു എന്നുള്ള അത് കാണിക്കാനായിട്ടുള്ളൊരു തെളിവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇവാലുവേഷൻ അതിനെ നമുക്ക് ഷോക്കേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവാലുവേഷനിലെ സ്റ്റെപ്സ് ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്ന്, ഡിറ്റർമൈൻ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്. അപ്പം നമ്മൾ ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്താണ്, ഈ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കാര്യം പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള ഇമ്മീഡിയറ്റ് ഗോൾ എന്താണ്, ആദ്യം അത് മനസ്സിലാക്കി വെച്ചിട്ട് ആ ഒരു കാര്യം അവർ നേടിയോ ഇല്ലയോ, ആ ഗോൾ റീച്ച് ചെയ്തോ അല്ലെങ്കിൽ എത്രമാത്രം റീച്ച് ചെയ്തു എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും എന്താണ് ഈ ഒരു ഇവാലുവേഷൻ നടത്തുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കാം. ക്ലിയർലി ഡിഫൈൻഡ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് സെർവ് ആസ് എ ഫൗണ്ടേഷൻ ഫോർ ഇവാലുവേഷൻ. ഇവാലുവേഷൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിയർലി ഡിഫൈൻഡ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്. എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, ഈ ഒരു പഠന പ്രക്രിയയുടെ അന്ത്യത്തിൽ എത്രമാത്രം പഠനം കുട്ടിക്ക് വരണം, എന്തൊക്കെ കാര്യങ്ങൾ അവൻ അച്ചീവ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് പ്രീ ഡിഫൈൻഡ് ആയിരിക്കണം. ആ കാര്യമാണ് നമ്മുടെ ഇവാലുവേഷൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ദിസ് ഒബ്ജക്റ്റീവ്സ് ഗൈഡ് ദ ടീച്ചിങ് പ്രോസസ് ആൻഡ് പ്രൊവൈഡ് ഫ്രെയിം വർക്ക് ഫോർ അസസിങ്. അപ്പോൾ നമ്മുടെ ടീച്ചിങ് പ്രോസസ്സിനാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളെ അസസ് ചെയ്യാനുള്ള ഫ്രെയിം വർക്ക് ഫോർമുലേറ്റ് ചെയ്യുന്നതിലാണെങ്കിലും അല്ലെങ്കിൽ ഡിസൈഡ് ആയിട്ടുള്ള ലേണിംഗ് ഔട്ട്കം അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുന്നതിലാണെങ്കിലും ഒക്കെ എന്താണ് ഈ പറഞ്ഞ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതിന് വളരെ വലിയൊരു പങ്കുണ്ട്. അപ്പം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് ഈ ഒരു പർട്ടിക്കുലർ സംഗതി പഠിക്കുന്നത് കൊണ്ട് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവരിൽ വരേണ്ട ആ ഒരു ഒബ്ജക്റ്റീവ് എന്താണ് അവരിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടേണ്ടത് എന്ന് ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. അടുത്തത് ഓർഗനൈസ് ലേണിംഗ് എക്സ്പീരിയൻസ്. അപ്പം നമുക്ക് എങ്ങനെയായിരിക്കണം പഠനം കൊണ്ടുവന്ന പ്ലാനിങ് ആണെങ്കിലും ഓർഗനൈസേഷനൊക്കെ ആണെങ്കിലും എങ്ങനെയായിരിക്കണം, ഈ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിന് അനുസൃതമായിട്ടുള്ളതായിരിക്കണം. ഇപ്പം നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി നല്ല രീതിയിൽ ആ കുട്ടിയുടെ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് എബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് വെച്ചിട്ടുള്ളതെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുട്ടിയുടെ ലേണിംഗ് എക്സ്പീരിയൻസ് അതുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കണം. സ്പീക്കിങ്ങും റീഡിങ്ങും ഡെവലപ്പ് ചെയ്യാനായിട്ടും മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന എക്സ്പീരിയൻസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ ഒബ്ജക്റ്റീവ് അതിനനുസൃതമായിട്ടുള്ള എന്ത് കൊടുക്കാൻ കഴിയണം, ലേണിംഗ് എക്സ്പീരിയൻസുകൾ പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനായിട്ടും സാധിക്കണം.
അപ്പോൾ നമ്മുടെ ലെസൺസ് ഒക്കെ വെൽ ഡിസൈൻഡ് ആയിരിക്കണം. ആക്ടിവിറ്റീസ് എപ്പോഴും എന്തായിരിക്കണം, നമ്മുടെ ഇഫക്റ്റീവ്നെസ് ഓഫ് ഇവാലുവേഷൻ പ്രോസസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലും. അപ്പോൾ ലാസ്റ്റിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ലെസൺസ് ആണെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അവിടെ എന്താണ് സ്റ്റുഡൻസിനെല്ലാം അതോടൊപ്പം തന്നെ എന്താണ് ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള എന്താണോ നമ്മളോട് ഉദ്ദേശിച്ച സ്കില്ലും ആ സ്കില്ലും നോളജും എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കിട്ടുന്നു, അവർക്കെല്ലാം ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ് മെഷർ ബിഹേവിയറൽ ചേഞ്ച്. നമുക്കറിയാം ആ മാറ്റങ്ങൾ നമുക്കിങ്ങനെ അളക്കാനുള്ളതാണ്. മാറ്റം എങ്ങനെയാണ്, അത് ബിഹേവിയറിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒബ്സർവിങ് ആൻഡ് മെഷറിങ് ചേഞ്ചസ് ഇൻ സ്റ്റുഡൻസ് ബിഹേവിയർ, നോളജ് ആൻഡ് സ്കിൽ. അപ്പോൾ കുട്ടിയുടെ ബിഹേവിയറിലാണെങ്കിലും നോളജിലാണെങ്കിലും സ്കില്ലിലാണെങ്കിലും ഒക്കെ എന്ത് കാണാൻ കഴിയും, നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്ത് നമുക്ക് ആ ഒരു ചേഞ്ചുകൾ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് ഒരു പഠന പ്രക്രിയ ബെറ്ററാണ് എന്ന് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്, ഈ പറഞ്ഞ കുട്ടിയുടെ ബിഹേവിയറൽ ചേഞ്ചിലൂടെ, നോളജിൻ്റെ ചേഞ്ചിലൂടെയും സ്കില്ല് ചേഞ്ചിലൂടെ ഒക്കെയാണ്. ദിസ് സ്റ്റെപ്പ് റിക്വയർസ് എ കോമ്പിനേഷൻ ഓഫ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് മെത്തേഡ്സ്, അസസ്മെൻറ്റ് മെത്തേഡ്സ്. അപ്പോൾ നോക്കി, ഫോർമേറ്റീവും സമ്മേറ്റീവും നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓൺഗോയിങ് പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് നടത്തുന്നതാണ് ഫോർമേറ്റീവ് എന്ന് പറയുന്നത്, എന്തിൽ നടത്തുന്നതാണ് സമ്മേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫൈനൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ്. യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും റിവിഷൻസ് ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ എന്താണ് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ടുവന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് എന്താണ് ഓൺഗോയിങ് പ്രോഗ്രസ് അതോടൊപ്പം തന്നെ ഓവറോൾ അച്ചീവ്മെൻറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പെർഫോം ടെസ്റ്റാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞു, എല്ലാം സെറ്റാക്കി കഴിഞ്ഞു. ആൻഡ് ഫൈനലി നമ്മൾ എന്താ ചെയ്യുന്നത്, ടെസ്റ്റുകൾ നടത്തും. ഈ പറഞ്ഞ പോലെ ഫോർമേറ്റീവും സമ്മേറ്റീവും രണ്ടും എന്താണ് ഇൻ്റഗ്രൽ പാർട്ടാണ്. നമ്മൾ CCE കുറിച്ച് പഠിക്കും, ലൈക്ക് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. പുതിയ സിസ്റ്റം പ്രകാരം സമ്മേറ്റീവായിട്ട് ഫൈനലി കിട്ടുന്ന ഒരു സ്കോർ മാത്രമല്ല കുട്ടിയുടെ ആ ഒരു മാർക്ക് എന്ന് പറയും. നമ്മൾ ഓരോ ഘട്ടവും ഓരോ ഘടകങ്ങളെയും അനലൈസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കണം, ഫോർമേറ്റീവും സമ്മേറ്റീവും അസസ്മെൻറ്റ്സ് ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇവാലുവേഷൻ പ്രോസസ്സിൻ്റെ ഇൻ്റഗ്രൽ കമ്പോണൻസ് ആണ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിലാണ് നമുക്ക് എന്താണ് സ്ട്രക്ചേർഡ് വേ ടു മെഷർ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മാസ്റ്ററി ഓഫ് ദ മെറ്റീരിയൽ. ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ 6ാം ക്ലാസ്സിലെ പാഠപുസ്തകം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളൊരു എക്സാമ്പിളായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് എത്രമാത്രം എന്താണ് കുട്ടിക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിച്ചു എന്ന് നമ്മളൊരു സ്ട്രക്ചേർഡ് വേയിലൂടെ മെഷർ ചെയ്യുന്നു. അപ്പോൾ ടെസ്റ്റുകൾ പല വിധത്തിൽ നടത്താം. റിട്ടൺ എക്സാംസ് ആകാം, പ്രാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആവാം, പ്രോജക്ട്സ് ആവാം, പ്രസൻറ്റേഷൻ ആകാം. അപ്പോൾ ഇതിലൂടെയൊക്കെ എന്താണ് ആൻഡ് ഫൈനലി നമുക്ക് ആ ഒരു ഇവാലുവേഷൻ നടത്താൻ കഴിയുന്നത്. ഇതിൻ്റെ റിസൾട്ടിലാണ് കുട്ടിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ 4 സ്റ്റെപ്പുകളാണ് നമുക്ക് ബേസിക്കായിട്ടും ഇവാലുവേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കാം. By following these steps, educators എന്ന് ഉദ്ദേശിക്കുന്ന ടീച്ചേഴ്സാണ് can create a comprehensive and effective evaluation system. അപ്പോൾ വളരെ കോംപ്രഹെൻസീവായിട്ട് എല്ലാ തലങ്ങളും അളക്കുന്ന തലത്തിൽ ഇഫക്റ്റീവായിട്ട് ഉള്ള ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിയുടെ ആ ഒരു പെർഫോമൻസിനെ അളക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടിയുടെ ആ ഒരു പെർഫോമൻസിനെ അളക്കുക മാത്രമല്ല, ആ കൂട്ടത്തിൽ തന്നെ ടീച്ചറിന് എന്ത് സംഭവിക്കും, ടീച്ചറിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റിനുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. അപ്പോൾ ടീച്ചിങ് മെത്തേഡ്സിലാണെങ്കിലും കരിക്കുലം ഡിസൈനിങ്ങിലാണെങ്കിലും ഒക്കെ എന്താണ് ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ടീച്ചറിനെയും സഹായിക്കുന്ന ഘടകം തന്നെയാണ് ഇവാലുവേഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ഇവാലുവേഷൻ ടീച്ചറിനും കുട്ടിക്കും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇനി നമുക്ക് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ആൻഡ് പ്രൊഫിഷ്യൻസിയിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇവാലുവേഷൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ പാർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലോട്ട് വരാം. ഇവാലുവേറ്റിംഗ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ പ്രൊഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തൊക്കെ വരുന്നുണ്ട്, ഒരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റി വരുന്നുണ്ട്. എങ്ങനെയാണ് ലാംഗ്വേജ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെ ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ്, 4 മൊഡാലിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ്, സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. നമുക്കറിയാം LSRW 4 സ്കില്ലുകളുടെ കാര്യത്തിലുമുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു കോംപ്രിഹെൻസീവ് ലെവലിൽ പ്രൊഫിഷ്യൻസി അളക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ സ്പീക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളവിടെ എന്തൊക്കെയാണ്,
പ്രധാനമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ പക്ക എന്താണ് ഇവാലുവേഷൻ അസസ്മെൻറ്റ് ലെവലിൽ നിന്നുകൊണ്ടാണ് 4 സ്കില്ലുകളെ നോക്കിക്കാണുന്നത്. ഒന്ന് നമുക്ക് സ്പീക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒന്ന് കോൺവെർസേഷൻ അസസ്മെൻറ്റിനെ കുറിച്ച് നോക്കാം. എൻഗേജ് ദ ഇൻഡിവിജ്വൽ ഇൻ എ കോൺവെർസേഷൻ ടു ഇവാലുവേറ്റ് ദെയർ എബിലിറ്റി ടു എക്സ്പ്രസ് ഐഡിയാസ്, റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി ആൻഡ് യൂസ് കറക്റ്റ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. അപ്പോൾ കുട്ടിയെ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? കുട്ടിയുടെ സ്പീക്കിംഗ് നമ്മൾ ഈ ഒരു സിലബസ് പ്രകാരം പറഞ്ഞ പോലെ കോംപ്രഹെൻഷൻ ആൻഡ് പ്രൊഫിഷ്യൻസി എങ്ങനെയാണ് സ്പീക്കിംഗ് നോക്കുന്നത് ഒന്ന് നമുക്ക് കോൺവെർസേഷൻ അസസ്മെൻ്റ് എന്നുള്ള ഒരു ഘടകത്തിലൂടെ നോക്കാം. കുട്ടിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽ കോൺവെർസേഷനുകളിൽ സംഭാഷണങ്ങളിൽ ഏർപ്പെടാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത്, എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്, കറക്റ്റ് ഗ്രാമറും വൊക്കാബുലറിയും യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് കോൺവെർസേഷണൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ്? ഇൻഡിവിജ്വൽ പ്രിപ്പയർ ആൻഡ് ഡെലിവർ ഷോർട്ട് പ്രസൻറ്റേഷൻ. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറുള്ള ഒരു ആക്ടിവിറ്റിയാണ് ചെറിയ പ്രസൻറ്റേഷൻസ്. അവർ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക? പ്രസൻറ്റ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് കൊടുത്തിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുകയും ഒരു പ്രസൻറ്റേഷൻ ഡെലിവർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് ആ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കുട്ടിക്ക് എന്താണ് തോട്ടുകൾ, അവരുടെ ചിന്തകൾ ഓർഗനൈസ് ചെയ്യാൻ കഴിയുന്നതെന്നും ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതെന്നും നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷനുള്ള ഒരു പ്രോസസ്സിലൂടെ എന്ത് ചെയ്യാം? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കോൺവെർസേഷണൽ അസസ്മെൻ്റ് ആണ്. അതിലൂടെ അളക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രസൻറ്റേഷനിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അസസ് ചെയ്യാനായിട്ടുള്ളത്, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് റോൾ പ്ലേയിങ് സിനാരിയോസ്. നമുക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ലാംഗ്വേജ് ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ റോൾ പ്ലേ ഒക്കെ എന്താണ് അവർക്ക് ഡിസ്കോഴ്സുകളായിട്ട് കൊടുക്കാറുള്ളതാണ്. ഇപ്പോൾ റോൾ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ക്രിയേറ്റ് സിനാരിയോസ് ദാറ്റ് റിക്വയർ ദ ഇൻഡിവിജ്വൽസ് ടു ടേക്ക് ഓൺ സ്പെസിഫിക് റോൾസ് ആൻഡ് എൻഗേജ് ഇൻ കോൺവെർസേഷൻ. അവിടെ എന്താണ് കുട്ടികൾ ചെയ്യുന്നത്? അവിടെ അവർക്ക് എന്താണ് ചില സിറ്റുവേഷൻസ് സിനാരിയോസ് കൊടുത്തിട്ട് അവർക്ക് എന്താണ് സ്പെസിഫിക് റോളുകൾ ചൂസ് ചെയ്യാൻ പറയും. ആ സ്പെസിഫിക് റോളുകൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം? കോൺവെർസേഷൻ തയ്യാറാക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് എന്താണ് അവരുടെ എബിലിറ്റി രണ്ട് രീതി നമ്മളവിടെ അളക്കുന്ന 2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ്? എബിലിറ്റി ടു അഡാപ്റ്റ് ലാംഗ്വേജ് അഡാപ്റ്റ് ചെയ്യണം, ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. എങ്ങനെയാണ്? ഡിഫറെൻറ്റ് സിറ്റുവേഷൻ കൊടുക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച്, കൊടുക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട്, കൊടുക്കുന്ന സിനാരിയോ അനുസരിച്ച് കൊണ്ട് അവർക്ക് ഇഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ കഴിയണം? ലാംഗ്വേജ് യൂസ് ചെയ്യാൻ കഴിയണം. അപ്പോൾ നമുക്ക് 2 ഘടകങ്ങൾ വന്നു. ലാംഗ്വേജ് യൂസ് ചെയ്യാൻ കഴിയണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് കൊണ്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് അവർക്ക് സാധിക്കണം. നെക്സ്റ്റ് ഡിബേറ്റ് ആണ്. ഡിബേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അല്ലേ, അവിടെ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് മസ്റ്റ് ആർട്ടിക്കുലേറ്റ് ആൻഡ് ഡിഫെൻഡ് ദെയർ ഒപ്പീനിയൻ ഓൺ എ ഗിവൺ ടോപ്പിക്. ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ അതിനെ എതിർത്തുകൊണ്ടും സംസാരിക്കുന്ന ആ ഒരു സംഗതിയാണ് അല്ലേ. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് സ്പീക്കിംഗ് സ്കിൽസ്, സിമ്പിളായിട്ടുള്ള സ്പീക്കിംഗ് സ്കിൽസ് മാത്രമല്ല, വെറുതെ എന്തെങ്കിലും സംസാരിക്കുവാണോ? അല്ല, കുട്ടികൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുകയും ആർഗ്യുമെൻറ്റേഷൻ നടത്തുകയും ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലോട്ട് പോയി വളരെ ബേസിക് ആയിട്ടൊരു കാര്യം പ്രിപ്പയർ ചെയ്ത് വന്ന് സംസാരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ അടുത്ത ലെവലിലോട്ട്. കാരണം ഒരാൾ പറയുന്ന പോയിന്റിനെ ഖണ്ഡിച്ച് പറയാനായിട്ട് എന്ത് ചെയ്യണം? ഈ കുട്ടിക്ക് കഴിയണം. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ ലെവൽ തിങ്കിങ്ങും അതോടൊപ്പം തന്നെ എന്താണ് ആർഗ്യുമെൻറ്റേഷനും ഒക്കെയുള്ള ആ ഒരു സ്കില്ല് ഇവിടെ ഡെവലപ്പ് ആകുന്നുണ്ട്. നെക്സ്റ്റ് പ്രൊനൗൺസിയേഷൻ അസസ്മെൻ്റ് ആണ്. പ്രൊനൗൺസിയേഷൻ അസസ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ എന്താ അളക്കുന്നത്? അവിടെ നമുക്ക് പ്രൊനൗൺസിയേഷൻ എത്രമാത്രം ആക്യുറേറ്റ് ആണ്, കൃത്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൊനൗൺസ് ചെയ്യുന്നത്, സ്ട്രെസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നു, ഇൻറ്റോനേഷൻ കറക്റ്റാണോ, റിതം കറക്റ്റാണോ എന്നൊക്കെയുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊനൗൺസിയേഷൻ അസസ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രൊനൗൺസിയേഷൻ അസസ്മെൻറ്റ് നമ്മൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്? റീഡിങ് പാസേജ് ലൗഡ് ഓർ എൻഗേജിങ് ഇൻ പ്രൊനൗൺസിയേഷൻ ഡ്രിൽസ്. സ്ഥിരം നമുക്കിപ്പോൾ ലാംഗ്വേജ് ക്ലാസ് റൂമിൽ കാണാറുള്ളതാണ്. ഒരു പാരഗ്രാഫ് ഒരാൾ വായിക്കാൻ പറയുന്നു, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത ആൾ വായിക്കാൻ പറയുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടിയുടെ പ്രൊനൗൺസിയേഷൻ നമ്മൾ അസസ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ റീഡിങ് പാസേജ് അല്ലെങ്കിൽ വേറൊരു കാര്യം നമുക്ക്
നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് എൻഗേജിങ് പ്രൊനൗൺസിയേഷൻ ഡ്രിൽസ്. ഒരു പെർട്ടിക്കുലർ വേർഡ് പറഞ്ഞിട്ട് കുട്ടികളെ കുറിച്ച് എന്താണ് റിപ്പീറ്റ് ചെയ്ത് ഡ്രിൽ ചെയ്യാനായിട്ട്, അത് വീണ്ടും എന്താ ആ ടീച്ചർ പറയുന്ന പോലെ അവർക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് പറയുന്നു. അപ്പോൾ അതെന്താണ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊനൗൺസിയേഷൻ സ്ട്രെസ്സും ഇൻറ്റോനേഷനും ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പ്രൊനൗൺസിയേഷൻ ഡ്രിൽസ് കൊടുക്കും. വലിയ ക്ലാസ് റൂമിലോട്ട് പോകുമ്പോഴത്തേക്ക് അതൊന്നും ആപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കാം. അടുത്തത് ലിസണിങ്. നമ്മൾ സ്പീക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ലിസണിങ്ങിലേക്ക് വരാം. ലിസണിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് എന്തൊക്കെ കൊടുക്കാം, ലിസണിങ് കോംപ്രിഹെൻഷൻ ടെസ്റ്റുകൾ കൊടുക്കാം. പ്രൊവൈഡ് ഓഡിയോ റെക്കോർഡിങ്സ് ഓർ സ്പോക്കൺ പാസേജ്. അപ്പോൾ ആദ്യം എന്താണ്, കുട്ടികൾക്ക് ഒന്നെങ്കിൽ ഓഡിയോ റെക്കോർഡിങ്സോ അല്ലെങ്കിൽ സ്പോക്കൺ ആയിട്ടുള്ള പാസേജസോ അവരെ കേൾപ്പിക്കും. അതിനുശേഷം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ടു ആക്സസ് ഹൗ വെൽ ദ ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡ് സ്പോക്കൺ ലാംഗ്വേജ്. എന്നിട്ട് ആ കേട്ട കാര്യം എത്രമാത്രം മനസ്സിലാക്കി, എങ്ങനെ മനസ്സിലാക്കി എന്ന് അളക്കാൻ പാകത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അപ്പോൾ അതാണ് ലിസണിങ് കോംപ്രിഹെൻഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത കോൺവെർസേഷൻ ആൻഡ് ഡയലോഗാണ്. കോൺവെർസേഷൻ ആൻഡ് ഡയലോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താ വരിക, ഇവാലുവേറ്റ് ദ ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു ഫോളോ ആൻഡ് റെസ്പോണ്ട് ടു കോൺവെർസേഷൻ ഓർ ഡയലോഗ് ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ഈ കോൺവെർസേഷൻ ഡയലോഗുകളും പല സാഹചര്യങ്ങൾ അനുസരിച്ച് കൊണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ. അപ്പം കൃത്യമായിട്ട് ലിസൺ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന് മറുപടി കൊടുക്കാൻ കഴിയൂ അല്ലേ. അപ്പം ഒരു പാസീവ് ലിസണറായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതെന്താണ്, പല കോണ്ടെക്സ്റ്റിലും അതിങ്ങനെ ലിസൺ ചെയ്തിരുന്നിട്ട് അതിനനുസരിച്ച് കൊണ്ടുള്ള ആ ഒരു കാര്യം ഫോളോ ചെയ്ത് റെസ്പോണ്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ അളക്കാനായിട്ട് നമുക്ക് കോൺവെർസേഷൻ ഡയലോഗ് ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, lectures or talks. Assess the ability to understand academic or formal spoken language. നോക്കുകയും ഒരു അക്കാദമിക് ആയിട്ടുള്ള ഫോർമൽ സ്പോക്കൺ ലാംഗ്വേജ് എങ്ങനെയാണ് കുട്ടികളെ മനസ്സിലാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അവിടെ എന്താണ്, ലെക്ചേഴ്സ് ഓർ ടോക്സ് ഒക്കെ നടത്തിയ ശേഷം അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ കീ പോയിന്റ്സ് സമ്മറൈസ് ചെയ്യാൻ പറയാം. അപ്പോൾ ഈ ലെക്ചേഴ്സ് ഓർ ടോക്സ് അത് കൃത്യമായിട്ട് ലിസൺ ചെയ്തവർക്ക് മാത്രമേ ആ ക്വസ്റ്റ്യൻസിനെ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറയാനോ അല്ലെങ്കിൽ ആ ലെക്ചേഴ്സിനെ സമ്മറൈസ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്, ലെക്ചേഴ്സ് ഓർ ടോക്സ് ആണ്. അടുത്തത് വരുന്നത് മീഡിയ ഇൻ്റർപ്രിട്ടേഷൻ. നമുക്ക് പല തരത്തിലുള്ള മീഡിയാസിൻ്റെ ഒരു മീഡിയാസ് നമുക്ക് നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ലിസണിങ് അതിനെ അളക്കുന്നതിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ ഇൻവോൾവ് ചെയ്യാം. അപ്പോൾ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സൊക്കെ നമുക്ക് ന്യൂസ് ബ്രോഡ്കാസ്റ്റുകളിൽ നിന്നോ ഇൻ്റർവ്യൂസിൽ നിന്നോ മൂവീസിൽ നിന്നോ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് ലിസൺ ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ കോംപ്രിഹെൻഷൻ അളക്കാം. അപ്പോൾ ഡിഫറെൻ്റ് ആക്സെൻ്റ് ആവട്ടെ, ടോൺ ആവട്ടെ, സ്പീക്കിംഗ് സ്റ്റൈൽ ആവട്ടെ, ഇതൊക്കെ കുട്ടികൾ കറക്റ്റായിട്ട് ലിസൺ ചെയ്തു എന്ന് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവാലുവേഷൻ നടത്താം. അപ്പോൾ അതിലൂടെ അവരുടെ ആ ഒരു എബിലിറ്റി, ലിസണിങ്ങിനുള്ള എബിലിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, നോട്ട് ടേക്കിംഗ് ടാസ്ക്. നോട്ട് ടേക്കിംഗ് ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ സ്പോക്കൺ പാസേജ് ലിസൺ ചെയ്തിട്ട് അതിൻ്റെ നോട്ട്സ് എടുക്കാം. അപ്പം നോട്ട് ടേക്കിംഗ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു സംഗതിയാണ് നോട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞത്. അപ്പം നോട്ട് ടേക്കിങ്ങും നോട്ട് മേക്കിങ്ങും തമ്മിൽ തിരിഞ്ഞു പോകലും. ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്, നോട്ട് ടേക്കിംഗ് ആണ്. അവിടെ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് എടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്, നോട്ട് ടേക്കിംഗ്. ഇനി നോട്ട് മേക്കിംഗ് ആണെങ്കിൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകൾ തയ്യാറാക്കി എടുക്കുന്നതാണ് നോട്ട് മേക്കിംഗ്. അപ്പോൾ തമ്മിൽ തിരിഞ്ഞു പോകില്ല. അപ്പോൾ നോട്ട് ടേക്കിംഗ് ആണെങ്കിൽ അവിടെ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, നോട്ട് ടേക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എത്രമാത്രം ലിസൺ ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് ലിസൺ ചെയ്തിരിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തോളം എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷനുകൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങളിപ്പം ഈ പറയുന്ന ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾ അത്രയും ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് നോട്ടായിട്ട് എഴുതിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു കാര്യം മാത്രം ഇവിടെ ഓർത്താൽ മതി. അടുത്തത് റീഡിങ്. നമ്മൾ 2 സ്കില്ല് കഴിഞ്ഞു, അടുത്ത സ്കില്ലിലേക്ക് കിടക്കുകയാണ് റീഡിങ്. റീഡിങ്ങിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, റീഡിങ് കോംപ്രിഹെൻഷൻ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്ക് ഒട്ടുമിക്ക
കോമ്പറ്റേറ്റീവ് എക്സാംസിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ കൂടുതൽ പഠിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇതിന് പ്രാക്ടിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒന്നായതുകൊണ്ടാണ് ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇതൊക്കെ കൊണ്ടുവരാൻ കഴിയുന്നത്. അവിടെ എന്താണ് റിട്ടേൺ പാസേജ് അല്ലെങ്കിൽ ടെസ്റ്റുകൾ തരും, അതോടൊപ്പം തന്നെ അതിനെ ഫോളോ ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസ് അനുസരിച്ചുകൊണ്ട് അതിനെ എങ്ങനെ ആൻസർ ചെയ്യുന്നു എന്നനുസരിച്ചുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റിൻ്റെ എത്രമാത്രം മെറ്റീരിയലും മെയിൻ ഐഡിയാസും ഡീറ്റെയിൽസും ഇൻഫറൻസസും ഒക്കെ മനസ്സിലാക്കിയെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്ത വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ടെസ്റ്റാണ് അടുത്തത്. വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ വൊക്കാബുലറി അല്ലെങ്കിൽ ഗ്രാമർ എത്രമാത്രം നേടി എന്നുള്ളത് റിട്ടേൺ എക്സസൈസിലൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ടെസ്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ആസ്പെക്റ്റ് ആണ് അത്. അടുത്തത് ക്രിട്ടിക്കൽ അനാലിസിസ്. ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ എടുത്തുകൊണ്ട് കുട്ടികളോട് എന്താണ് ക്രിട്ടിക്കലായിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ എത്രമാത്രം അവർ നല്ല രീതിയിൽ വായിച്ചു എന്നാൽ മാത്രമേ അവർക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു ഹൈ ഓർഡർ തിങ്കിങ് സ്കില്ലാണ്. നേരത്തെ നമ്മൾ ഡിബേറ്റിൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ ഹൈ ഓർഡറിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് സ്കോർ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ്റെ ഒരു വെറും സിമ്പിൾ ലെവലിൽ നിൽക്കാതെ ഒരു ഹയർ ലെവലിലോട്ട് ഇവിടെ പോയി. ഇനി മൾട്ടിപ്പിൾ ടെസ്റ്റ് കമ്പാരിസൺ നമുക്ക് കൊടുക്കാം. ഒരേ ടോപ്പിക്കോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല വിധത്തിലുള്ള ടെസ്റ്റുകൾ കൊടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്യാനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് ഇൻഫർമേഷനെ വായിച്ച ഇൻഫർമേഷനെ എങ്ങനെ സിന്തസൈസ് ചെയ്യുന്നു ആ ഒരു കാര്യമാണ് നമുക്ക് അവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഫൈനലി നമുക്ക് റൈറ്റിംഗ് ആണ്. നമ്മൾ ബാക്കി 3 ആസ്പെക്റ്റും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റൈറ്റിംഗ് വരുമ്പോഴത്തേക്ക് എന്താണ് അത് വളരെ സിമ്പിളാണല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ് റൂമുകളിൽ അത്തരം ഡിസ്കോഴ്സുകൾ കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. ഒന്ന് എസ്സേ റൈറ്റിംഗ് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഷോർട്ടായിട്ടുള്ള എസ്സേസ് അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള എസ്സേസ് ഒക്കെ എന്താണ് അവരോട് റൈറ്റ് ചെയ്യാനായിട്ട് പറയുന്ന സമയത്തും അവർക്ക് ഐഡിയാസ് ആർട്ടിക്കുലേറ്റ് ചെയ്യാനും തോട്ടുകൾ ഓർഗനൈസ് ചെയ്യാനും കറക്റ്റ് ഗ്രാമറും കറക്റ്റ് സിൻടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ് ഓർഡറാണ്, കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ അതിലൂടെ അളക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു എസ്സേ റൈറ്റിംഗ്. അടുത്തത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഡിസ്കോഴ്സ് തന്നെയാണ് ഇമെയിൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ലെറ്റർ റൈറ്റിംഗ്. അവിടെയും എന്താണ് ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റിയാണ് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ കോണ്ടെക്സ്റ്റിലൂടെ. നമുക്ക് സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ട് അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ചുകൊണ്ടുള്ള ഇമെയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലെറ്റർ ഫോർമുലേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇമെയിൽ ആണെങ്കിലും ഫോർമൽ കോണ്ടെക്സ്റ്റ് ലെറ്റർ ആണെങ്കിലും ഒക്കെ എനിക്കൊരു കൃത്യമായിട്ടുള്ള ഫോർമാറ്റുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിക്കാറുണ്ട്, ഇതൊക്കെ എഴുതിക്കാറുണ്ട്. അടുത്ത ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്തോ ആയിക്കോട്ടെ അവിടെ വളരെ ഓപ്പൺ എൻഡഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഷോർട്ട് സ്റ്റോറീസ് ആവട്ടെ, പോം ആവട്ടെ, അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള പീസ് ആവട്ടെ, എന്തോ ആയിക്കോട്ടെ അവിടെ കുട്ടിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള റൈറ്റിങ്സ് വരാം. അടുത്ത എഡിറ്റിംഗ് ആൻഡ് റിവൈസിങ് ടാസ്കുകൾ, ഇത് നമ്മൾ കാണാറുള്ളതാണ്. എഡിറ്റിംഗ് വരാറുണ്ട്. അപ്പോൾ ഒരു ഡ്രാഫ്റ്റ് പാസേജ് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കറക്റ്റായിട്ടാണോ കാര്യങ്ങൾ വന്നിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ കാണും. അത് എഡിറ്റ് ചെയ്യാൻ പറയുന്നതൊക്കെ എന്താണ് അവരുടെ ഒരു എബിലിറ്റി അളക്കാനാണ്. അപ്പോൾ ക്ലാരിറ്റിയിലും കൊഹറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് കണക്ഷനാണ് കേട്ടോ. പിന്നെ ഗ്രാമറൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന എഡിറ്റ് ദ പാസേജ് എന്ന് പറഞ്ഞ് കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ആക്ടിവിറ്റിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കുട്ടിയുടെ റൈറ്റിംഗ് സ്കില്ലും അതോടൊപ്പം തന്നെ എഡിറ്റ് ചെയ്യാനുള്ള സ്കില്ലും ഇവിടെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും അസസ്മെൻറ്റ് മെത്തേഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിനാണെങ്കിലും ഇവാലുവേറ്റേഴ്സിനാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ കഴിയും, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഒരു കുട്ടിയുടെ ഒരു ഇൻഡിവിജ്വൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അളക്കാൻ സാധിക്കും. അത് മൾട്ടിപ്പിൾ ഡയമെൻഷൻസിലൂടെ അല്ലേ. നമ്മൾ 4 ആസ്പെക്റ്റും ഇവിടെ ഡിസ്കസ് ചെയ്തു. ലിസണിങ്ങും സ്പീക്കിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും 4 ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാം, എങ്ങനെയൊക്കെ അവരെ ഇവാലുവേറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ ഇവാലുവേഷൻ്റെ പ്രാധാന്യം, ഇത്രയും കാര്യമാണ് നമ്മൾ പഠിച്ചത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് എന്താണ് സ്പെസിഫിക് ഗോള്, അതിന് കറക്റ്റായിട്ടുള്ള ഗോളിന് ഫിറ്റ് ചെയ്യുന്ന തരത്തിലാകണം. അതോടൊപ്പം തന്നെ എന്താണ് കോണ്ടെക്സ്റ്റ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് അല്ലെങ്കിൽ യൂസിന് കറക്റ്റായിട്ട് ഫിറ്റ് ആവണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. അളക്കാൻ ഉദ്ദേശിച്ചത് എന്താണോ അത് അളക്കുന്ന തരത്തിലോട്ട് തന്നെ പോകണം. അതിൻ്റെ സ്റ്റെപ്പൊക്കെ ആ രീതിയിൽ തന്നെ പോകണം. ഇപ്പോൾ സ്പീക്കിംഗ് ആൻഡ് റീഡിംഗ് ആണ് നമുക്ക് അളക്കേണ്ടതെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് അളക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം ടീച്ചർ കൊണ്ട് വന്നിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കോട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്